സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിച്ചു. ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ വിശദമായ ചർച്ച നടക്കും. ശശി തരൂരിൻ്റെ അസാന്നിധ്യത്തിലാണ് KPCC ആസ്ഥാനത്ത് നിർണായക ചർച്ചകൾ നടക്കുന്നത്. വിശദാംശങ്ങളുമായി അൻഫിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിറ്റ്, എന്തായാലും MLA-മാരെല്ലാം മത്സരിച്ചേക്കുമെന്ന സൂചനയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മാറ്റമില്ല. പുതിയ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് KPCCയുടെ മാനദണ്ഡം? രാജേഷ്, തീർച്ചയായും 3 ദിവസമാണ് KPCC ആസ്ഥാനത്ത് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിക്കുന്നത്. അതായത് ഇന്ന് ആരംഭിക്കുന്നപ്പോൾ 3 മണിയായപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിശദമായൊരു ചർച്ചയാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ നിർണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. നേതാക്കളൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വം ഒന്നിടം തന്നെ KPCC ആസ്ഥാനത്തുണ്ട്. കാരണം ഏറ്റവും നിർണായകമായ ചർച്ചയാണ്. ഈ സ്ഥാനാർത്ഥികളെ നിർണയിക്കുമ്പോൾ അത് സ്ഥാനാർത്ഥികളുടെ ഒരു പഴയ രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ പയറ്റി അത് ഫലപ്രദമായി എന്ന് തെളിയിച്ച ഒരു രീതി, അതായത് പ്രാദേശിക ഘടകങ്ങൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് അടിസ്ഥാനത്തിൽ വരെ പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായം ആരായുകയും ആ അഭിപ്രായത്തിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയവുമായി മുന്നോട്ട് പോവുകയും ചെയ്തതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തിളക്കമാർന്നൊരു വിജയം നേടാൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതേ രീതി തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്തുടരാനാണ് പാർട്ടി ആലോചിക്കുന്നത്. അതായത് മുൻകാലങ്ങളിലൊക്കെ തന്നെയും സ്ഥാനാർത്ഥികളെ DCC എന്ന രീതിയിലും KPCC സംസ്ഥാന നേതൃത്വമൊക്കെ തീരുമാനിക്കുന്നു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വരുന്നു, സാമുദായിക പ്രാതിനിധ്യമൊക്കെ നോക്കുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് അപ്പുറത്തേക്ക് ജയസാധ്യത ഏറ്റവും പ്രധാനമായ വിഷയം തന്നെയാണ്. കാരണം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല 100 സീറ്റ് എന്നതാണ് വയനാട്ടിലെ കോൺക്ലേവിൽ തന്നെ നമ്മൾ കണ്ടത്. 100 സീറ്റ് വയനാട് ശിബിരത്തിൽ അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്താണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ജയസാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. കഴിഞ്ഞ തവണ 93 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണയും അതേ സീറ്റുകളിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കും. പക്ഷേ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാനുള്ള സാധ്യതയില്ല. ഉഭയകക്ഷി ചർച്ചകൾ, അതായത് ഘടകകക്ഷികളുമായുള്ള പ്രാഥമിക ഒന്നാം ഘട്ട ചർച്ചകളൊക്കെ ഏറെക്കുറെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്, നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ എത്രയും വേഗത്തിൽ ജനുവരി അവസാനത്തിന് മുമ്പ് തന്നെയും കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണമെന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നത്. ഇതിൽ സിറ്റിംഗ് MLA-മാർ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാർ തന്നെയാകും മത്സരിക്കുക. അതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം സിറ്റിംഗ് MLA-മാരെ നിർത്തിയാൽ പോലും ജയസാധ്യത ഏറ്റവും പ്രധാന ഘടകമാണ്. ഇതിനോടകം തന്നെ താഴെത്തട്ടിലൊക്കെ ഒരു സർവേ നടത്തിയിരുന്നു. അത് സുനിൽ കനകലുവിന്റെ നേതൃത്വത്തിലും ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലുമൊക്കെ സർവേകൾ നടത്തിയിരുന്നു. ഈ സർവേയും കൂടി കണക്കിലെടുത്തുകൊണ്ടാകും ജയസാധ്യതയൊക്കെ പരിഗണിക്കുക. അതേസമയം ചിലയിടങ്ങളിലൊക്കെ മാറ്റമുണ്ടാകും. തൃപ്പൂണിത്തുറയിൽ K. ബാബു ഇക്കുറി മത്സരത്തിന് ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ശ്രദ്ധ ആകർഷിക്കുന്നത് പാലക്കാട് തന്നെയാണ്. പാലക്കാട് ആരാകും സ്ഥാനാർത്ഥിയാവുക രാഹുൽ മാങ്കൂട്ടത്തിന് പകരം? പാലക്കാടിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. അതിനപ്പുറത്തേക്ക് വലിയ ഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയത്. മാത്രമല്ല രാഹുൽ അവിടെ ഏത് രീതിയിലാവും രാഹുലിന്റെ ഒരു ചലനം അവിടെ ഉണ്ടാവുക? രാഹുൽ അത് എങ്ങനെയാകും തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ പ്രതിഫലിക്കുക? ഇത്തവണ നിരവധി ചോദ്യങ്ങൾ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. DCC-യുടെ കൂടി തീരുമാനവും പ്രാദേശിക ഘടകത്തിന്റെ കോൺഗ്രസിന്റെ ഒരു വികാരവും കൂടി കണക്കിലെടുത്ത് എല്ലാവർക്കും സമന്വിതനായ ഒരു നേതാവിനെ തന്നെയാകും, ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാകും അവിടെ മത്സരിപ്പിക്കുക. മാത്രമല്ല രാഹുൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു നീക്കം എങ്ങനെയാകും നടത്തുക? ഇതൊക്കെ തന്നെ പാർട്ടി നേതൃത്വം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അഭിപ്രായം, എല്ലാവർക്കും താല്പര്യമുള്ള, എല്ലാവർക്കും സർവ്വസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല, ശ്രമകരമായ ഒരു ദൌത്യം കൂടി തന്നെയാണ്. മാത്രമല്ല അത് മണ്ഡലത്തിനകത്തുള്ള ഒരാളോ പുറത്തുള്ള ഒരാൾ തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ വരണം. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ അത് 1-2 ദിവസത്തെ ചർച്ചകൾ കൊണ്ട് അവസാനിക്കില്ല. പാലക്കാട് സ്ഥാനാർത്ഥിത്വം വിശദമായ ചർച്ച തന്നെയാകും ഇക്കാര്യത്തിൽ ഉണ്ടാവുക. ഒരുപക്ഷെ ഹൈക്കമാൻഡ് കൂടി അന്തിമമായ തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യും പാലക്കാട് വിഷയത്തിൽ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, സിറ്റിംഗ് എംപിമാർ തൽക്കാലം മത്സരിക്കേണ്ടതില്ല എന്ന് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ചില എംപിമാരുടെ കാര്യത്തിൽ ജനസ്വാധീനം അത്രയേറെയാണ്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, K. സുധാകരൻ മത്സരിക്കണമെന്ന് താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സിറ്റിംഗ് MPമാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇളവുകൾ നൽകുമോ എന്നതും എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നും നാളെയുമുള്ള ചർച്ചകളിൽ അത്ര MPമാരുടെ ചർച്ചകളിലേക്കൊന്നും കടക്കുകയില്ലെങ്കിൽ കൂടിയും ചിലർക്കൊക്കെ സാധ്യതകളുണ്ട്, അത് തള്ളിക്കളയാനാവുകയില്ല. മറ്റൊരു പ്രധാന വിഷയം, ഇന്ന് 3 ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിൽ ശശി തരൂർ മാറി നിൽക്കുന്നു. ശശി തരൂരിന്റെ അസാന്നിധ്യമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കാരണം തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ചയിലാണ് എന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹം
ഡൽഹിയിൽ നടന്ന ചർച്ചകളും തരൂരിന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പ്രധാനപ്പെട്ട ഈ നടക്കുന്ന ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം വിദേശത്താണ്. ഇന്ന് രാത്രിയോടുകൂടിയാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തുക. എന്തായാലും ഈ പ്രധാനപ്പെട്ട നടക്കുന്ന നിർണായകമായ ചർച്ചകളിൽ ശശി തരൂരിന്റെ അസാന്നിധ്യം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. രാജേഷ്.